ന്യൂനപക്ഷ വിഷയങ്ങളിലെ BJPയുടെ തന്ത്രം എന്താണെന്നറിയാൻ നിങ്ങളാരും വേറെ എങ്ങോട്ടും പോകണ്ട. BJPക്ക് വേദപുസ്തകം പോലെ അന്നും ഇന്നും എന്നും സ്വീകാര്യമായ ബഞ്ച് ഓഫ് തോട്ട്സ് അഥവാ വിചാരധാര വായിച്ചാൽ മതി. അതിനകത്ത് ആഭ്യന്തര ശത്രുക്കളെന്നും ചില പതിപ്പുകളിൽ ആഭ്യന്തര വെല്ലുവിളികളെന്നും എല്ലാമുള്ള ഹെഡിങ്ങിന് താഴെ എണ്ണമിട്ട് പറയുന്നുണ്ട്. 1-ാം നമ്പർ ശത്രു മുസ്ലിമുകൾ, 2-ാം നമ്പർ ശത്രു ക്രിസ്ത്യാനികൾ, 3-ാം നമ്പർ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. ഇത് ആർക്കും വായിക്കാം. മുസ്ലിമുകളെ 1-ാം നമ്പർ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് വേട്ടയാടുന്ന ആ നീക്കത്തിൻ്റെ ഭാഗമായി 2-ാം ശത്രുവായിട്ട് ക്രിസ്ത്യാനികളെ പ്രഖ്യാപിച്ച BJP കൗശലക്കാരനായ കുറുക്കനെ പോലെ ശൃഗാലബുദ്ധി കാണിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും കാപട്യം നിറഞ്ഞ മനസ്സുമായി ക്രിസ്ത്യൻ സഭാ മേലധികാരികളെ കണ്ട് ഉണ്ണാൻ വിളിച്ച് ചങ്ങാത്തം കൂടി ഫോട്ടോ എടുത്ത് എല്ലാം നടത്തിയ നാടകത്തിൻ്റെ യഥാർത്ഥമായ പൊരുൾ അവർക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായിരിക്കും. കഴിഞ്ഞ പെസഹാ ദിനത്തിൽ പല ക്രിസ്തീയ സഭകളുടെയും ഉന്നതരായ നേതാക്കന്മാർ, ആത്മീയ ആചാര്യന്മാർ, വിധിബന്ധി പിതാക്കന്മാർ നടത്തിയ ആ പ്രസ്താവന ന്യൂനപക്ഷ വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ആ പ്രസ്താവന ആവർത്തിക്കുന്നില്ല, നിങ്ങളെല്ലാം അത് കേട്ടതാണ്, കണ്ടതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സംശയലേശമെന്നേ അവർ പറഞ്ഞു. ന്യൂനപക്ഷ മനസ്സുകളിലെ ആ ഭയപ്പാടെന്താണെന്ന്. അത് മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രം ബാധകമല്ല, അതേ അളവിൽ അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും ബാധകമാണെന്ന് അവർക്ക് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അത് കേട്ടപ്പോഴേ ഞാനൊരു ട്വീറ്റ് ചെയ്തു. നിങ്ങളത് കണ്ടു കാണില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ആ ട്വീറ്റിൽ അവസാനത്തെ വാചകം ഇതാണ്: സത്യം വിളിച്ചു പറഞ്ഞ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ തേടി IT എപ്പോൾ വരും, അല്ലെങ്കിൽ ED എപ്പോൾ വരും? ആ ചോദ്യം സാങ്കല്പികമല്ല. തങ്ങൾക്ക് അപ്രിയമായ സത്യങ്ങൾ ആര് പറഞ്ഞാലും അവരെ എല്ലാവരെയും വേട്ടയാടാൻ വേണ്ടിയുള്ള ഒരു വേട്ടപ്പട്ടികളായി BJP ഗവൺമെൻറ് അതിൻ്റെ പക്കലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം ദുരുപയോഗപ്പെടുത്തുകയാണ്. ഈ ഏജൻസികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജൻസികളല്ല. ആര് ഭരിച്ചാലും അവയ്ക്കെല്ലാം അവയുടെ സാങ്ക്ടിറ്റി ഉണ്ട്. ആ സാങ്ക്ടിറ്റി നിയമം കൊടുത്തതാണ്. ഭരണഘടനാപ്രകാരം അവർക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പദവിയുടെ അവകാശത്തിൻ്റെ അധികാരത്തിൻ്റെ എല്ലാം ബലത്തിൽ എത്രയോ ദശാബ്ദങ്ങളായി സ്വതന്ത്ര ഇന്ത്യ കെട്ടിപ്പടുത്ത് സംരക്ഷിച്ച, നിഷ്പക്ഷമാണെന്നും നീതിപൂർവകമാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ അത്തരം എല്ലാ സ്ഥാപനങ്ങളുടെയും നിഷ്പക്ഷതയുടെ അടിത്തറയിലെ അവസാന കല്ല് പോലും BJP സർക്കാർ ഇളക്കി എറിഞ്ഞിരിക്കുകയാണ്. BJP ഗവൺമെൻറ് IT ഇൻകം ടാക്സ് വകുപ്പിനെ ഒരു മോസ്റ്റ് അൺക്രെഡിബിൾ ആയ സംവിധാനമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ക്രെഡിബിലിറ്റിയുടെ അവസാന തുള്ളി പോലും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. EDയെ ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലെ വേട്ടപ്പട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെ അതുപോലെ തന്നെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിശ്വസതയും BJP ഗവൺമെൻറ് തകർത്തെറിഞ്ഞിരിക്കുന്നു. ബാങ്ക് ഓഫ് ദ നേഷൻ എന്ന് വിളിക്കപ്പെട്ട ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അത് പൂർണ്ണമായിട്ടും താറടിച്ച് തകർത്തിരിക്കുന്നു. അതിലൂടെ ഇത്രയും നിർണായകമായ ഒരു ലോക സാമ്പത്തിക അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയുടെ ശക്തിസ്തംഭമായി മാറേണ്ടുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വളരെ വളരെ ദുർബലമായ വിശ്വാസതകളൊന്നാക്കി BJP മാറ്റിയിരിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് BJP സമ്പദ്ഘടനയോട്
രാഷ്ട്രീയ ഘടനയോട്, ഭരണഘടനയോട്, സമൂഹഘടനയോട് എല്ലാത്തിനോടും കാണിക്കുന്ന അനീതിക്ക് ജനങ്ങൾ തീർച്ചയായിട്ടും പകരം വീട്ടും. അതുകൊണ്ട് ഈ പോരാട്ടം കോൺഗ്രസ് BJP ഐക്യത്തെ തോൽപ്പിച്ചുകൊണ്ട് ഭരണഘടനയെയും അതിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ ഉള്ള പോരാട്ടമാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു. ആ നിലയ്ക്ക് ഞങ്ങൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ BJPയുമായി കൈകോർത്ത് പിടിച്ച കുറ്റത്തിന് ജനങ്ങൾ ശിക്ഷിക്കും കോൺഗ്രസ് പാർട്ടിയെ. BJP എന്തായാലും പരാജയപ്പെടും. ആ പരാജയപ്പെടുന്ന BJPയുടെ തോളത്ത് കയറി ഇടതുപക്ഷ വിരോധത്തിൻ്റെ കണക്ക് തീർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് തീർച്ചയായിട്ടും സ്വന്തം അണികളോട് പോലും ഉത്തരം പറയേണ്ടി വരും.